ിലേക്ക് സ്വാഗതം. കേരളത്തിൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച പാർട്ടി BJP ആണ്. അത് നേമത്താണെന്ന് മാത്രം. നേമത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആണെന്ന് ആദ്യം മുതൽ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. നേമത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ വിജയത്തിൽ കുറഞ്ഞൊന്നും BJP പ്രതീക്ഷിക്കുന്നുമില്ല. നേരത്തെയും നേമത്താണ് BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേമത്ത് വലിയ വിജയസാധ്യതയുണ്ട് എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കാനും സാധിച്ചു. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം നിയമമണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ സ്ഥാനാർത്ഥികളെ തേടി പരക്കം പാച്ചിലാണ് കോൺഗ്രസ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസിന്റെ മുൻനിര നേതാക്കന്മാർ ആരും തന്നെ മത്സരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അവർ പുതിയ ഓപ്ഷനായി മുന്നോട്ട് വെക്കുന്നത് രാഹുൽ ഈശ്വറിനെയാണ്. നേരത്തെ വൈഷ്ണവ് സുരേഷ് എന്നൊക്കെ പറഞ്ഞിരുന്നു. വലിയ മത്സരം കാഴ്ചവെക്കുന്നുണ്ട് എന്ന് കാണിക്കുകയും എന്നാൽ വലിയ രീതിയിൽ പ്രഗത്ഭരല്ലാത്ത ആൾക്കാരെ കളത്തിലിറക്കുകയും ചെയ്യാനുള്ള നീക്കമാണ് നടത്തുന്നത്. രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഉള്ള ഒരാളോടൊപ്പം മത്സരിക്കാനുള്ള എന്ത് കഴിവും കപ്പാസിറ്റിയുമാണ് രാഹുൽ ഈശ്വറിനുള്ളത് എന്ന ചോദ്യം ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കാം. രാഹുൽ ഈശ്വറിനെ ആകെ ഗുണകരമാകുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ കഴിയും എന്നുള്ളത് മാത്രമാണ്. ആ മത്സരം രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ കാരണമാകുന്നതിന് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. മറ്റ് ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഡിബേറ്റിന് പോകുന്ന ആളാണ് രാഹുൽ. അതുകൊണ്ട് തന്നെ രാഹുലിനെ അത്തരത്തിൽ ജനങ്ങൾക്കറിയാം. എന്നാൽ രാഷ്ട്രീയ രംഗത്ത് രാഹുലിന്റെ ഏതെങ്കിലും ഒരു പരിണത പ്രജ്ഞത ചോദിച്ചാൽ അതൊന്നുമില്ല താനും. രാഹുൽ ഒരു പക്ഷേ ക്യാമ്പയിൻ ചെയ്യാൻ രാഹുൽ തന്നെ പറയുന്നുണ്ട്, രാഹുൽ ക്യാമ്പയിൻ ചെയ്യാൻ കഴിയും, എന്നാൽ മത്സരിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല എന്ന്. കോൺഗ്രസിലുള്ള യുവ നേതാക്കന്മാരാണ് രാഹുലിന്റെ പേര് പറഞ്ഞത് എന്നാണ് പറയുന്നത്. ഏതായാലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഈശ്വറിന് മറ്റ് പുരുഷന്മാർക്കിടയിൽ ഇപ്പോൾ അല്പം ഇമേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിന് കാരണം പുരുഷ പീഡന പരിഹാര കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് പുരുഷ കമ്മീഷൻ വേണം എന്ന ആവശ്യം, അവർ പുരുഷന്മാരിൽ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി കമ്മീഷൻ വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി അയാൾ നടത്തുന്ന ഫൈറ്റാണ്. പക്ഷെ അവിടെ സ്ത്രീകളെ നോക്കുകയാണെങ്കിൽ പല കേസുകളിലും ആരോപണ വിധേയരായവരെ മോശപ്പെടുത്തി സംസാരിച്ചു എന്ന തരത്തിൽ ചില ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്തെ വരുമ്പോൾ ഏത് തരത്തിലാകും ഇത് റിഫ്ലക്ട് ചെയ്യുക എന്നറിയില്ല. ഇനി രാഹുൽ ഈശ്വറിനെ വെറും ഒരു മത്സരത്തിന് വേണ്ടി അവിടെ മത്സരിപ്പിച്ച ശിവൻകുട്ടിയെ ജയിപ്പിക്കാനാണോ എന്ന് പോലും ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട്. അപ്പോൾ വിജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിലേക്ക് പലായനം ചെയ്യാൻ എല്ലാ നേതാക്കന്മാരും ശ്രമിക്കും. നേമത്തേക്ക് നേരത്തെ അക്കൗണ്ട് പൂട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വന്ന കെ മുരളീധരൻ അടക്കമുള്ളവർ എവിടെയാണിപ്പോൾ? കെ മുരളീധരൻ ഏറ്റവും സുരക്ഷിതമായ വട്ടിയൂർക്കാവ് മണ്ഡലം എന്ന് കെ മുരളീധരൻ തന്നെ വിചാരിക്കുന്നത് കൊണ്ട് കെ മുരളീധരൻ വട്ടിയൂർക്കാവിലേക്ക് മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് നേമത്തേക്ക് വരാത്തത്? അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെതിരെ മത്സരിപ്പിക്കാൻ ഒരു ആരെങ്കിലും ഒരു സ്ഥാനാർത്ഥി പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. നിലവിലെ MLA എന്ന രീതിയിൽ ശിവൻകുട്ടി മത്സരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനും അപ്പുറത്തേക്ക് ശിവൻകുട്ടിക്ക് അത്തരത്തിലുള്ള ഒരു ക്വാളിറ്റിയുമില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ ഒരു ക്വാളിറ്റിയുമില്ല. തീർച്ചയായും അത് മനസ്സിലാക്കിയിട്ടുണ്ട് CPM എന്ന് എനിക്ക് തോന്നുന്നു. മറ്റാരും മത്സരിക്കാനില്ലാത്തത് കൊണ്ട് തന്നെയാണ് ശിവൻകുട്ടി നേമത്തേക്ക് എത്തുന്നത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖരനോളം പോകുന്ന ഒരു സ്ഥാനാർത്ഥി കേരളത്തിൽ ഒരിടത്തും ഇന്ന് BJPയിലല്ലാതെ മറ്റൊരിടത്തുമില്ല. അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിൽ ഒരു ഫൈറ്റെങ്കിലും കാഴ്ചവെക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായും ശശി തരൂരിനെ പോലെ ഒരാൾ വരണം. ശശി തരൂരിനെ പോലുള്ളവരെ സ്ഥാനാർത്ഥി ചർച്ചയിലോ സ്ഥാനാർത്ഥി പരിഗണനയിലോ പോലും ഉണ്ടായിരുന്നില്ല. MP-മാരെല്ലാം മത്സരിക്കേണ്ട എന്ന തീരുമാനമെടുത്ത് മാറുന്നുണ്ടെങ്കിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ മിക്കവാറും ഷാഫി പറമ്പിൽ അടക്കമുള്ള മത്സരരംഗത്ത് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഷാഫി പറമ്പിനെ തള്ളിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കോൺഗ്രസിന് കഴിയില്ല. കാരണം അത് ഷാഫി പറമ്പിലിന്റെ ജാതി തന്നെയാണ് അതിന് കാരണം. ഷാഫി പറമ്പിൽ ഒരു മുഖ്യമന്ത്രിയാകാൻ കച്ചകെട്ടിയിരിക്കുന്ന ആളാണ്. കേരളത്തിൽ ഇപ്പോഴൊരു മന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത തവണ എന്താകും അവസ്ഥയെന്ന് ഷാഫി പറമ്പിൽ അറിയില്ല. കേന്ദ്രത്തിലോ ഒരു ഭരണവും ഇവർക്കില്ല. ഇനി അടുത്ത കാലത്തൊന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. അതുകൊണ്ട് MP-മാരായിരിക്കാൻ ആർക്കും അത്ര താല്പര്യമൊന്നുമില്ല. MLA-മാരായിരുന്നാൽ ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പലർക്കും മന്ത്രിമാരാകാം. അതുകൊണ്ടാണ് പലപ്പോഴും ഇവരെല്ലാം ചേർന്ന് മത്സര രംഗത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത്. കെ സുധാകരൻ അടക്കമുള്ളവരെ മത്സരിപ്പിക്കണോ വേണ്ടോ എന്ന തീരുമാനം പോലും ഇതുവരെ ആയിട്ടില്ല. കെ സുധാകരൻ വന്നാൽ നല്ല ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ കെ സുധാകരനെ പരിഗണിക്കപ്പെടേണ്ട ഒരാളാണ്. പക്ഷേ കെ സുധാകരനെ അനാരോഗ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ ജി സുധാകരനെ കോൺഗ്രസ് വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. 76 വയസ്സായ കെ സുധാകരൻ പാർലമെന്റിലേക്ക് അടിക്കടി ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അനാരോഗ്യം പ്രശ്നമല്ല. 79 വയസ്സായ ജി സുധാകരനെ ഇവർ അംഗീകരിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് ഇരട്ടത്താപ്പുകൾ ഉള്ളത്. ഏതായാലും നേമത്തേക്ക് രാഹുൽ എത്തിയാൽ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. ക്രോസ് വോട്ടിംഗ് എന്ന പുതിയ തന്ത്രം പയറ്റാനുള്ള ശ്രമം തന്നെയാണ് രാഹുലിനെ അവിടേക്ക് അവരോധിക്കുന്നതിന് പിന്നിലെന്ന് ഒരു തരത്തിലും സംശയിച്ചാൽ ആരെയും കുറ്റം പറയാൻ കഴിയില്ല.
ക്രോസ് വോട്ടിങ്ങിനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് രാഹുലിനെ പോലെ ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. 3 സ്ഥാനാർത്ഥികളും കൃത്യമായ വോട്ട് നേടിയാൽ കേരളത്തിൽ BJP എല്ലായിടത്തും ജയിക്കാനുള്ള സാധ്യത ഉണ്ടാകും. എന്നാൽ പലപ്പോഴും BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ക്രോസ് വോട്ടിംഗ് നടത്തി BJPയെ തോൽപ്പിക്കുന്നത് പതിവ് രീതിയാണ്. മഞ്ചേശ്വരത്ത് നമ്മളിപ്പോൾ കണ്ടതാണ് എന്താണ് സംഭവിച്ചതെന്ന്. ഇതുപോലെ തന്നെയാണ് കേരളത്തിലുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായി പറയാൻ കഴിയുന്നത് രാഹുലിനെ കളത്തിലിറക്കുന്നത് ക്രോസ് വോട്ടിങ്ങിന് വേണ്ടി മാത്രമാണ്.